നമസ്കാരം, ഞാൻ അമലക്ഷി. സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതാൻ നേരം 2 രീതിയിൽ നിങ്ങൾക്ക് തിരക്കഥ എഴുതാൻ പറ്റുമെന്നുള്ള കാര്യം അറിയാവോ? ഒന്ന്, നിങ്ങൾക്ക് പ്ലാനിംഗ് സിനിമയുടെ തിരക്കഥ എഴുതാം. 2, പ്രാക്ടിക്കൽ സിനിമയുടെ തിരക്കഥ എഴുതാം. പ്ലാനിംഗ് സിനിമ എന്ന് പറയുന്നത് ഒരു തിരക്കഥാകൃത്ത് ആ ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു, അവസാനം ആ ഒരു തിരക്കഥ എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നാൽ അത് ഒരിക്കലും സിനിമയാകാൻ പോകുന്നില്ല. അവരുടെ പെട്ടിയിൽ തന്നെ ആ ഒരു തിരക്കഥ അങ്ങനെ കുറേ നാളായിട്ടിരിക്കും. പ്രാക്ടിക്കൽ സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത് എഴുതി തുടങ്ങുമ്പം തന്നെ ഉറപ്പായിരിക്കും ആ ഒരു തിരക്കഥ സിനിമയാകുമെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാരും, ഒരു 95% ആൾക്കാരും എഴുതുന്നത് പ്ലാനിംഗ് സിനിമയുടെ തിരക്കഥയാണ്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ അവരുടെ ആ ഒരു തിരക്കഥ സിനിമയാകാതെ പോകും. എന്നാൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഓൾറെഡി സിനിമ ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് അവർ മനസ്സിൽ കഥ ആലോചിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രാക്ടിക്കൽ സിനിമയുടെ തിരക്കഥയായിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അവർക്കതിനെ സിനിമയാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. തുടക്കക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാരും തിരക്കഥ എഴുതി തുടങ്ങുന്നത് പ്ലാനിംഗ് സിനിമയിലൂടെ തന്നെയാണ്. അപ്പം ഞാനും അത്തരം മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും പ്ലാനിംഗ് സിനിമയുടെ തിരക്കഥയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിർത്തിയിട്ട് ഇപ്പം തന്നെ അത് പ്രാക്ടിക്കൽ സിനിമയിലേക്ക് മാറ്റിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് പ്ലാനിംഗ് സിനിമയുടെ തിരക്കഥ, എന്താണ് പ്രാക്ടിക്കൽ സിനിമയുടെ തിരക്കഥ, ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട 3 വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വിത്ത് എക്സാമ്പിൾ സഹിതം ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലെ 3ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഒരു ആക്ടറിനോട് ഒരു സ്റ്റോറി പിച്ച് ചെയ്ത് റിജക്ഷൻ കിട്ടിയ സമയത്താണ് എനിക്ക് അതെന്താണെന്ന് വൃത്തിയായിട്ട് മനസ്സിലായത്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബിൽഡ് ചെയ്ത ഐറ എന്ന് പറയുന്ന സ്ക്രീൻ റൈറ്റിംഗ് സോഫ്റ്റ്വെയറിനെ പറ്റി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയി കണ്ടു നോക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐറ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത സമയത്ത് അതിൽ ഫ്രീ യൂസേഴ്സിന് ഒരു 10 പേജിൻ്റെ ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് 10 പേജ് വരെ മാത്രമേ ഫ്രീ യൂസേഴ്സിന് ടൈപ്പ് ചെയ്യാൻ മുമ്പ് പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പം നിലവിൽ 1300ഓളം അധികം ആൾക്കാർ ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ ഐറയുടെ പ്രോ എടുക്കാത്ത ഒരാളാണെങ്കിൽ പോലും സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യാൻ നേരം 10 പേജിൻ്റെ ആ ഒരു ലിമിറ്റ് വരികയില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു തിരക്കഥ അതിൽ ഫുള്ള് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എന്നാൽ അതിൽ കൊളാബറേഷൻ പോലെയുള്ള പ്രോ ഫീച്ചേഴ്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് തിരക്കഥ ടൈപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതിനൊപ്പം തന്നെ ഐറയുടെ പ്രോ എടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഞാൻ പേഴ്സണലി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കോൾ ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, അതായത് എന്തൊക്കെ പ്രോബ്ലംസാണ് അവർ നിലവിൽ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് അവർക്ക് അതിൽ ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അതിനനുസരിച്ച് അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ വീണ്ടും ബെറ്റർ ആക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഐറ ചെക്കൗട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്ന എന്താണ് പ്ലാനിംഗ് സിനിമ, എന്താണ് പ്രാക്ടിക്കൽ സിനിമ. നിങ്ങളൊരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ഉറപ്പിക്കണം, നിങ്ങൾ എഴുതുന്ന തിരക്കഥ എന്ന് പറയുന്നത് ഒരു പ്ലാനിംഗ് സിനിമയുടെ തിരക്കഥയല്ല. അത് പ്ലാനിംഗ് സിനിമയുടെ തിരക്കഥയാണെങ്കിൽ അതൊരിക്കലും സിനിമയാകാനും പോകുന്നില്ല. അത് പ്രാക്ടിക്കൽ സിനിമയുടെ തിരക്കഥ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അത് ഉറപ്പിക്കണമെങ്കിൽ എന്താണ് പ്ലാനിംഗ് സിനിമയെന്നും പ്രാക്ടിക്കൽ സിനിമയെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസവും അറിഞ്ഞിരിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിംഗ് സിനിമയുടെ തിരക്കഥയാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ അത് ഒരിക്കലും സിനിമയാവില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കും. പ്രാക്ടിക്കൽ സിനിമയാണെങ്കിൽ അത് സിനിമയാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു തിരക്കഥ എഴുതി. ആ ഒരു തിരക്കഥ എഴുതിയ സമയത്ത് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഏറ്റവും നല്ല ബെസ്റ്റ് തിരക്കഥ എഴുതണം അല്ലേ? അതായത് കിടിലൻ സീനുകളായിരിക്കണം, കിടിലൻ പുതുമയുള്ള കഥയായിരിക്കണം, അടിപൊളി പരിപാടിയായിരിക്കണം, നല്ല വിഷ്വൽ റിച്ച് ആയിട്ടിരിക്കണം, ഇന്ന് വരെ മലയാളത്തിൽ വന്നിട്ടില്ലാത്ത ഏറ്റവും ബെസ്റ്റ് സാധനമായിരിക്കണം. അപ്പോൾ എമ്പുരാനെയൊക്കെ മറിച്ച് വെക്കുന്ന രീതിയിൽ ഏറ്റവും ടോപ്പ് കണ്ടൻറ് ആയിരിക്കണം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലേ? ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു തിരക്കഥ കംപ്ലീറ്റ് ആയിട്ട് എഴുതി തീർക്കും. നിങ്ങൾ നിങ്ങളുടെ ഒരു 5-10 സുഹൃത്തുക്കൾക്ക് അത് വായിക്കാൻ കൊടുക്കും. അവരത് വായിച്ചിട്ട് ഓ അടിപൊളി എന്ന് പറയുന്നു. നിങ്ങൾ ഭയങ്കര മൂഡായിട്ട് ആ ഒരു തിരക്കഥയായിട്ടൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെല്ലുന്നു. പ്രൊഡ്യൂസർ അത് വായിച്ച് നോക്കിയിട്ട് ആ കൊള്ളാം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അപ്പം തന്നെ മനസ്സിൽ വിചാരിക്കും, ഓഹ് ഇത് കഥയൊക്കെ കൊള്ളാം, പക്ഷേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിലൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞു വിടും. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തിരക്കഥയും അതിൻ്റെ കഥയും അതിൻ്റെ സീനുകളും എല്ലാം തന്നെ അടിപൊളിയാണ്, ഗംഭീരമാണ്. അത് വായിച്ച് നോക്കാൻ ഒരു തിരക്കഥ എന്നുള്ള നിലയിൽ അടിപൊളിയാണ്. എന്നാൽ അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു സിനിമയാക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇത്ര സിനിമകൾ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പ്രൊഡ്യൂസറിന് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പ്ലാനിങ് സിനിമയുടെ തിരക്കഥയാണ്, പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ തിരക്കഥയിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതാണെന്ന്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കഥയിലെ ഹീറോ മറിയാന ട്രെഞ്ചിനടിയിലൂടെ നീന്തി പോകുന്നു, അല്ലെങ്കിൽ ഹീറോ മൗണ്ട് എവറസ്റ്റ് കയറുന്നു. ഇതൊന്നുമല്ല, ഇതൊക്കെ ടെക്നിക്കലി പോസിബിൾ ആണ്. അതായത് നിങ്ങൾ ഇതൊക്കെ തിരക്കഥയിൽ എഴുതി വെച്ചാലും അത് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കൽ ടീം നമുക്കുണ്ട്, അവരത് വൃത്തിയായിട്ട് ചെയ്തു തരും. അതല്ല പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് ഞാൻ പറയുന്നത് മറ്റ് ചില കാര്യങ്ങളാണ്. ഓക്കെ, പ്രൊഡക്ഷൻ്റെ സൈഡിലേക്ക് വരുമ്പോഴുള്ള മറ്റ് ചില കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ മുന്നിലേക്ക്
ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 3 പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളൊരു റൈറ്റർ ആണെങ്കിൽ നിങ്ങളൊരു തിരക്കഥ എഴുതാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ടിനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുന്ന തിരക്കഥ പ്ലാനിങ് സിനിമയുടേതാണോ പ്രാക്ടിക്കൽ സിനിമയുടെ ആണെന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു തിരക്കഥ എഴുതുകയാണ്, നിങ്ങൾക്കൊരു അടിപൊളി തിരക്കഥയാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എഴുതി വരുന്ന സമയത്ത് ഒരു വലിയ വാർ സീക്വൻസ് ഉണ്ട്, നിങ്ങൾ എഴുതി വെക്കാണ് 1000 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നു, ബാഹുബലിയിലൊക്കെ ചെയ്യുന്ന കണക്ക്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കഥയാണ് നിങ്ങൾ എഴുതുന്നത്, ഒരു 1000കണക്കിന് പ്ലെയിൻ ജപ്പാനിൽ നിന്ന് വന്ന് വീഴുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതി വെക്കുകയാണ്. അപ്പം ഒരു സ്ക്രീൻ പ്ലേ എന്നുള്ള നിലയിൽ വായിക്കാൻ നേരം അത് ഗംഭീരമാണ്, അടിപൊളിയാണ്. അങ്ങനെയാണ് നിങ്ങൾ തിരക്കഥ എഴുതി വെക്കുന്നതെങ്കിൽ അതവിടെ പ്ലാനിങ് സിനിമയുടെ തിരക്കഥയാണ്. ഇനി നമുക്ക് പ്രാക്ടിക്കൽ സിനിമയുടെ തിരക്കഥയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഈ തോട്ടൊന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. 1000 പേര് ബാഹുബലിയുടെ കണക്ക് വരുമെന്ന് ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ 1000കണക്കിന് പ്ലെയിനുകൾ വന്ന് ഇടിച്ചിറങ്ങുന്നതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ്, ആ സാധനം ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന തോട്ട് ഇത് പ്രൊഡ്യൂസറിന്, നിങ്ങളുടെ പ്രൊഡ്യൂസറിന് ഈ ഒരു ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തോട്ടായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത്. രണ്ടാമത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ടെന്ന് പറയുന്നത് ഇത് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കാരണം ഇത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ ഇതെങ്ങനെ സേഫായിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യാനായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇനി ഇതിന് പ്രൊഡ്യൂസറിന് ബഡ്ജറ്റ് ഓക്കെ ആണെങ്കിൽ പോലും ഇതിനെ എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട്, എങ്ങനെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ രീതിയിൽ ഈ തിരക്കഥ എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ തിരക്കഥ എഴുത്തിനെ ഒന്ന് മാറ്റിയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും, അത് പ്ലാനിങ് സിനിമയിൽ നിന്ന് പ്രാക്ടിക്കൽ സിനിമയിലേക്ക് മാറും. എനിക്കറിയാം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കുറേയധികം ചോദ്യങ്ങളുണ്ടാവും. അതായത് 1000 പേരുള്ള സീൻ ബാഹുബലിക്ക് എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാ, അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് ഒരു തിരക്കഥ എഴുതാൻ നേരത്ത് ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ, അതൊക്കെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കമ്പനിയും അങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കില്ലേ എന്ന് തുടങ്ങി കുറേയധികം ചോദ്യങ്ങളും ഡൗട്ടുകളും നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ടായിരിക്കും. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ പ്രധാനപ്പെട്ട 3 പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഡൗട്ടുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യമാണ് ഐഡിയേഷൻ വെർഷനും എക്സിക്യൂട്ടബിൾ വെർഷനും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് 2018 എന്ന് പറയുന്ന ജൂഡ് ആനിയുടെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ഒരു സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, അതായത് കേരളത്തിലുണ്ടായ പ്രളയവും ആ പ്രളയത്തെ എങ്ങനെയാണ് കുറേയധികം മനുഷ്യർ അല്ലെങ്കിൽ മലയാളികൾ അതിജീവിച്ചതെന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2018 എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതാനായിട്ടിരിക്കുന്നത് ഒരു ബിഗിനറായിട്ടുള്ള പ്ലാനിങ് സിനിമയുടെ തിരക്കഥ എഴുതാനായിട്ടിരിക്കുന്ന ഒരു പയ്യനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന വിഷ്വൽസ് എന്തൊക്കെയായിരിക്കും, അതായത് ഒരു 10,000കണക്കിന് കുടുംബം വെള്ളം കയറിയിട്ട് വീടുകൾ നശിക്കുന്നു, അവർ മരണപ്പെടുന്നു, അതുപോലെ തന്നെ 10,000 ഹെലികോപ്റ്ററുകൾ ഒരുമിച്ച് വരുന്നു, ആ ഹെലികോപ്റ്ററുകളിൽ നിന്നെല്ലാം തന്നെ ഈ ആൾക്കാരെ പലരെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു, ഒരു 1000കണക്കിന് ബോട്ടുകൾ വരുന്നു, അവരെല്ലാവരും രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ഒരു വലിയ സ്കെയിലായിരിക്കും അവൻ്റെ മനസ്സിൽ വിഷ്വൽസ് വരുന്നത്. അവൻ അങ്ങനെയായിരിക്കും ആ ഒരു തിരക്കഥ മുഴുവൻ എഴുതി തീർക്കുന്നത് അല്ലേ. അങ്ങനെ അവൻ ആ ഒരു തിരക്കഥ എഴുതി തീർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വായിച്ചു നോക്കാനൊക്കെ അടിപൊളിയായിരിക്കും, കിടിലമായിരിക്കും. പക്ഷേ ഇത് ഐഡിയേഷനാണ്. അതായത് ആ ഒരു ഐഡിയ മാക്സിമം ബെറ്റർ ആക്കിയിട്ട് നല്ല രീതിയിൽ എന്താ പറയുക എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. എന്നാൽ അത് എക്സിക്യൂട്ടബിൾ വെർഷൻ അല്ല. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ടബിൾ വെർഷനിലേക്ക് മാറ്റുന്നത്? ഇവിടെ ഇതിനെ എക്സിക്യൂട്ടബിൾ വെർഷനിലേക്ക് മാറ്റിയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ജൂഡ് ആൻ്റണി ആ ഒരു സിനിമ എടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രളയം എന്ന് പറയുന്ന ആ ഒരു സാധനം 1000കണക്കിന് കുടുംബങ്ങളെ കേരളത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും കുടുംബങ്ങളെ ഒന്നും കാണിക്കാനായിട്ട് പറ്റില്ല. 1000കണക്കിന് ബോട്ടുകൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 100കണക്കിന് ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതൊന്നും നമുക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതിനെ എക്സിക്യൂട്ടബിൾ വെർഷൻ ആക്കണമെങ്കിൽ 1-2 കുടുംബം വെള്ളം കയറി അനുഭവിക്കുന്ന ദുരന്തം കാണിച്ചാൽ മതി. ബാക്കി പിന്നെ നമുക്ക് പല വൈഡുകളൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഒരുപാട് ആൾക്കാരെ ഗ്രാഫിക്സിലും VFXിലും ഒക്കെ ചെറുതായിട്ട് കാണിക്കാം. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ 2018 എന്ന് പറഞ്ഞ ആ ഒരു സിനിമ എടുത്താൽ പോലും അതിലൊരു 3-4 കുടുംബങ്ങളെ ബാധിക്കുന്നത് മാത്രമാണ് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതേപോലെ ആയിരിക്കണം. അപ്പോൾ ആ 3-4 കുടുംബങ്ങൾക്ക് വേണ്ട സെറ്റും അല്ലെങ്കിൽ ആ 3-4 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ആ ഒരു എക്സ്പെൻസ് ചിലവാക്കിയാൽ മതി. അല്ല 1000കണക്കിന് വീടുകൾക്കോ അല്ലെങ്കിൽ 100കണക്കിന് ബോട്ടുകൾക്കോ ഒന്നും എക്സ്പെൻസ് ചിലവാക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ ആ സ്ക്രിപ്റ്റ് മാറ്റിയപ്പോൾ തന്നെ അത് എക്സിക്യൂട്ടബിൾ ആക്കാനായിട്ട് പറ്റി. ഇതാണ് മലയാള സിനിമയുടെയും മലയാളം ഡയറക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ ഇത്തരം വലിയ ഐഡിയാസിനെ എടുത്തിട്ട് അത് ചെറിയ രീതിയിലേക്ക് മാറ്റിയിട്ട് നല്ല വൃത്തിയായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക്, അതായത് 1000 വീട്ടിൽ വെള്ളം കയറുമ്പോൾ നമുക്ക് കാണുന്ന അതേ ഫീൽ തന്നെയാണ് 1-2 കുടുംബത്തിൽ വെള്ളം കയറിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് വൃത്തിയായിട്ട് പ്രോപ്പറായിട്ട് ആക്ടേഴ്സും അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിൽ ആ ഒരു പാക്കേജ് പ്രോപ്പറാക്കി ചെയ്ത സമയത്ത് നമുക്കത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ മലയാളത്തിലേക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്കൊക്കെ തിരക്കഥ എഴുതാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഈ രീതിയിൽ നിങ്ങളുടെ ആ ഒരു പ്ലാനിങ് സിനിമയെ ഒന്ന് പ്രാക്ടിക്കൽ സിനിമയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഐഡിയേഷൻ വെർഷനെ നിങ്ങൾ ഇത്തരത്തിൽ ഒന്ന് എക്സിക്യൂട്ടബിൾ വെർഷനിലേക്ക് മാറ്റാനായിട്ട് ശ്രമിച്ചു നോക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആകുന്നതായിരിക്കും. അടുത്ത രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് തിരക്കഥ എഴുതാൻ നേരം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, അതായത് നിങ്ങളുടെ പ്രൊഡ്യൂസറിന് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളത്. അതെങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ തിരക്കഥ എഴുതി തുടങ്ങാൻ നേരത്ത് നിങ്ങൾക്കൊരിക്കലും അറിയില്ല ആരാണ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആരാണ് അതിൽ അഭിനയിക്കാൻ പോകുന്നത്, ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ബാഹുബലി പോലൊരു കഥ എഴുതുകയാണ്. ആ പടത്തിൻ്റെ പ്രത്യേകത തന്നെ ആ ഒരു ലാർജ് സ്കെയിലിൽ അതിനെ കാണിക്കണം. 1000
ആയിരക്കണക്കിന് ആൾക്കാർ വരണം, നൂറുകണക്കിന് ആനകൾ വരണം, ആ ഒരു ലാർജ് സ്കെയിലിൽ കാണിച്ചാൽ മാത്രമേ ആ ഒരു പടത്തിൻ്റെ ഫീല് ഓഡിയൻസിന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു തിരക്കഥ എഴുതാൻ നേരം അതിനെ എങ്ങനെ നമ്മൾ ശരിക്കും എക്സിക്യൂട്ടബിൾ വെർഷൻ ആക്കും എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരാം. അവിടെയാണ് നിങ്ങൾ രണ്ടാമത്തെ പോയിൻ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ കളി എന്താണെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് വെറും എക്സാമ്പിൾ മാത്രമാണ്, ഇതിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് അല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് മലയാളത്തിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനുണ്ടല്ലേ, അപ്പോൾ മോഹൻലാലിൻ്റെ പടം വെച്ചിട്ട് ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. അതായത് കേണലിൻ്റെ മുഖം വെച്ചിട്ട് ഒരു സിനിമ വരികയാണെങ്കിൽ അതിന് എത്ര കൂതറ പടമാണെങ്കിലും മിനിമം ഒരു നിശ്ചിത ആൾക്കാർ അത് പോയി കാണും, നിശ്ചിത കളക്ഷൻ അതിന് കിട്ടും എന്ന് വെക്കുക. ഓക്കെ, ആ ഒരു നമ്പർ എന്ന് പറയുന്നത് 20 കോടിയാണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്തു. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒരു നമ്പർ പറഞ്ഞു എന്നേ ഉള്ളൂ, എന്നാൽ ശരിക്കും ഇത് ആക്യുറേറ്റ് നമ്പേഴ്സ് എടുത്തിട്ട് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സും പ്രൊഡക്ഷൻ കമ്പനികളും ഇത് നോക്കുന്നത്. കാരണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഇറങ്ങിയ കുറേയധികം പടങ്ങളുണ്ട്. ഇതിൽ ഫ്ലോപ്പ് ആയ പടങ്ങൾക്കെല്ലാം കിട്ടിയ മിനിമം കളക്ഷൻ എന്നൊരു നമ്പർ ഉണ്ടാവും. അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടായിരിക്കും ഓക്കെ മിനിമം, അതായത് അവർ ചെയ്യാൻ പോകുന്ന പടം പൊട്ടിയാൽ പോലും മിനിമം ഇത്ര കളക്ഷൻ കിട്ടും എന്നുള്ള ഒരു നമ്പർ അവിടെ ഉണ്ടാവും. ഇനി ഈ പടം വിജയിക്കുകയാണെങ്കിൽ എത്ര കളക്ഷൻ കിട്ടും എന്നുള്ള നമ്പരും ഇതുപോലെ ഉണ്ടാവും. അതായത് മോഹൻലാലിൻ്റെ തന്നെ ഇറങ്ങിയ ഒരു 10 പടങ്ങൾ, സക്സസ് ആയ ഒരു 10 പടങ്ങളുടെ ടോട്ടൽ കളക്ഷൻ എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമ്പർ അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ, അതായത് പടം ഫ്ലോപ്പ് ആയാലും കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ഒരു 20 കോടിയാണെന്ന് വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾ ഒരു സിനിമയുടെ തിരക്കഥ എഴുതി, മറ്റൊരു സിനിമയുടെ ചെറിയൊരു സിനിമയുടെ തിരക്കഥ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ ഈ പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെന്നു. പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് തന്നെ നിങ്ങൾ പറയാണ് ലാൽ സാറിൻ്റെ ഡേറ്റ് ആണ് ഉള്ളതെന്ന് പറയുന്നു. അപ്പോൾ നേരെ നോക്കുന്ന സമയത്ത് പ്രൊഡ്യൂസർ നോക്കാൻ നേരം മോഹൻലാലിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 25 കോടിയാണെന്ന് വെച്ചു. ഓക്കെ, ആ 25 കോടി പുള്ളിക്ക് റെമ്യൂണറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പടത്തിന് ബാക്കി വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 25 കോടി കൂടിയാണെന്ന് വെച്ചു. അപ്പോൾ ടോട്ടൽ 50 കോടി രൂപയ്ക്ക് ഈ ഒരു പടം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഓൾറെഡി പ്രൊഡ്യൂസറിനറിയാം ഈ പടം ഫ്ലോപ്പ് ആയാൽ പോലും അയാൾക്ക് എന്തായാലും 20 കോടി കളക്ഷൻ കിട്ടും. നേരത്തെ പറഞ്ഞ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഏകദേശം 20 കോടി കളക്ഷൻ കിട്ടും. അപ്പം അയാൾ റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് 30 കോടിയുടെ മാത്രമേ ഉള്ളൂ. ഇവിടെയും ഈ പറയുന്ന നമുക്ക് OTTയുടെ പ്രീസെയിലും മറ്റ് കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളിയുടെ ആ 30 കോടി എന്നുള്ള റിസ്ക് പിന്നെയും കുറഞ്ഞിട്ട് അതൊരു 10 കോടിയിലേക്കോ 15 കോടിയിലേക്കോ ഒക്കെ കുറയുന്നതായിരിക്കും. അപ്പോൾ ആ എടുക്കുന്ന റിസ്ക്, ആ ഒരു 10 കോടി അല്ലെങ്കിൽ 15 കോടിയുടെ റിസ്ക് പുള്ളി എടുക്കുന്നുണ്ടെങ്കിൽ ആ റിസ്ക് ഈ പറഞ്ഞ കഥയിലും ആ ഡയറക്ടറിലുമുള്ള കോൺഫിഡൻസിൻ്റെ പുറത്തായിരിക്കും. അങ്ങനെ ആ ഒരു പ്രൊഡ്യൂസർ ഈ റിസ്ക് കാൽക്കുലേഷനൊക്കെ നടത്തിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മോഹൻലാലിൻ്റെ കേസ് ആയതുകൊണ്ടാണ് ആദ്യം തന്നെ 20 കോടിയുടെ റിസ്ക് കവർ ആയത്. അല്ലെങ്കിൽ ഇപ്പം OTTക്ക് കൊടുക്കാൻ നേരം മോഹൻലാലിൻ്റെ പടം ആയതുകൊണ്ടാണ് OTT നല്ലൊരു എമൗണ്ടിന് അത് എടുക്കാമെന്ന് നേരത്തെ പ്രീ സെയിലിൽ സമ്മതിച്ചത്. എന്നാൽ അത് മാത്യൂസിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിലോ ഈ പറഞ്ഞ കണക്ക് 50 കോടിയുടെ പടം തന്നെ ആയിക്കോട്ടെ, പക്ഷേ മാത്യൂസിന് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റുന്നത് 2 കോടിയായിരിക്കും. പുള്ളിയുടെ ഒരു പടം ഫ്ലോപ്പ് ആയിക്കാൻ ചിലപ്പോൾ 2 കോടി പോലും കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു കേസിലേക്ക് വരുമ്പോഴത്തേക്കും പ്രൊഡ്യൂസറിന് അവിടെ റിസ്ക് ആയതുകൊണ്ട് പ്രൊഡ്യൂസർ പറയും വേണ്ട എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു തിരക്കഥ എഴുതാൻ നേരം നിങ്ങളത് എത്ര ബഡ്ജറ്റിൻ്റെ തിരക്കഥ വേണമെങ്കിലും എഴുതിക്കോ, നിങ്ങളത് വലിയ സ്കെയിലിലേക്ക് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ഏത് ആർട്ടിസ്റ്റാണോ അതിൽ അഭിനയിക്കുന്നത് അതിനനുസരിച്ച് പൈസ സ്പെൻഡ് ചെയ്യാനുള്ള പ്രൊഡ്യൂസറിൻ്റെ കപ്പാസിറ്റി കൂടുന്നതായിരിക്കും. അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സിനിമയെ ലാർജ് സ്കെയിലിലേക്ക് മാറ്റാം. ഇപ്പോൾ രാജമൗലി എഴുതാൻ നേരത്ത് പുള്ളിക്ക് പ്രഭാസിൻ്റെ ഡേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ രാജമൗലിയാണ് എഴുതുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ലാർജ് സ്കെയിലിലേക്ക് ഇറക്കിയാലും ആ ഇറക്കുന്ന പൈസ തിരിച്ചു കിട്ടാനുള്ള കപ്പാസിറ്റി അയാൾക്കുള്ളത് കൊണ്ട് പ്രൊഡ്യൂസർ ആ ഒരു പൈസ കണ്ണും പൂട്ടി ഇറക്കും. പക്ഷേ തുടക്കക്കാരനായിട്ടുള്ള ഒരാൾ ഈ പറയുന്ന രീതിയിൽ ലാർജ് സ്കെയിലിൽ എഴുതുമ്പോൾ തന്നെ അവിടെ ഒന്നെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടായിരിക്കണം. ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ അടുത്ത പോയിന്റിൽ പറയാനായിട്ട് പോകുന്നത്. ചില സിനിമകളുടെയൊക്കെ ഷൂട്ടിങ് പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിപ്പോൾ റാമിൻ്റെയൊക്കെ ഷൂട്ട് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയിട്ടുണ്ട്, നമ്മൾ വാർത്ത കണ്ടിട്ടില്ല. അതുപോലെ പല സിനിമകളുടെ അങ്ങനെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിലേക്ക് വരികയാണെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ റിസ്ക് 10 കോടി അല്ലെങ്കിൽ 15 കോടിയാണെന്ന് വെക്കുക. 50 കോടിയിൽ പടത്തിൻ്റെ പ്രൊഡക്ഷൻ തീർക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ആസ് എ ഡയറക്ടർ നിങ്ങൾ പടം തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയിട്ട് ഷൂട്ട് നീണ്ടുപോയി, അല്ലെ പല പ്രശ്നങ്ങളുണ്ടായി, പടത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി ഒരു 80 കോടിയായെന്ന് വെച്ചു. അപ്പോഴത്തേക്കും പ്രൊഡ്യൂസറിൻ്റെ കാൽക്കുലേഷൻ മൊത്തം തെറ്റി. പുള്ളി നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന 15 കോടി എന്ന് പറയുന്ന റിസ്ക് കൂടി ഇല്ലേ, ടോട്ടൽ കോസ്റ്റ് കൂടിയപ്പോഴത്തേക്കും പുള്ളിയുടെ റിസ്ക്കും അതേപോലെ കൂടി. അങ്ങനെ ഇപ്പോൾ പുള്ളിയുടെ ടോട്ടൽ റിസ്ക് എന്ന് പറയുന്നത് നേരത്തെ ഒരു 30 കോടി കൂടി കൂടിയിട്ടുണ്ട്. അതിൽ ടോട്ടൽ റിസ്ക് പുള്ളിയുടെ 45 കോടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ, അതായത് മോഹൻലാലിൻ്റെ കഴിഞ്ഞ 10 പടങ്ങൾ വിജയിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു കളക്ഷൻ ഉണ്ടല്ലോ, ആ കളക്ഷൻ എന്ന് പറയുന്ന ഒരു നമ്പർ ഫിക്സ്ഡ് ആയിരിക്കും. ആ കളക്ഷനിലേക്ക് എത്തി അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് ഈ പടത്തിൻ്റെ കോസ്റ്റ് പോകുമെന്നൊരു ധാരണ പ്രൊഡ്യൂസറിന് വരികയാണെങ്കിൽ ഈ പടം വിജയിച്ചാൽ പോലും ഈ പടത്തിന് ഇറക്കിയ പൈസ തിരിച്ച് കിട്ടില്ല എന്നുള്ള റിയലൈസേഷൻ പ്രൊഡ്യൂസറിന് വരുന്നു. ആ സമയത്ത് പുള്ളി ആ പടം അങ്ങ് നിർത്തുന്നു. ഇതുവരെ പോയത് പോട്ടെ, ലോസ് അവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർ ആ പടം നിർത്തുന്നു. ഇങ്ങനെയും പലയിടത്തും സംഭവിക്കാറുണ്ട്.
അപ്പോൾ ആസ് എ റൈറ്റർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ തിരക്കഥ എഴുതാനായിട്ട്. അങ്ങനെ നിങ്ങൾ തിരക്കഥ എഴുതുകയാണെങ്കിൽ അതൊരിക്കലും ഒരു പ്ലാനിങ് സിനിമയുടെ തിരക്കഥയാവില്ല, അതൊരു പ്രാക്ടിക്കൽ സിനിമയുടെ തിരക്കഥ തന്നെയാകും. നിങ്ങൾ കഥ പിച്ച് ചെയ്ത് കഴിയുമ്പോൾ പ്രൊഡ്യൂസർ ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാനും പറ്റുന്നതായിരിക്കും. അടുത്തത് മൂന്നാമത്തതും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള പോയിൻ്റാണ് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞത്. അതായത് ഇത്രയും പറഞ്ഞതൊന്നും അല്ല ശരിക്കും നിങ്ങളൊരു തിരക്കഥ എഴുതാൻ നേരം നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയേണ്ടത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വളരെ സീനിയർ ആയിട്ടുള്ള മലയാളത്തിലൊരു റൈറ്റർ പച്ചയ്ക്ക് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നിങ്ങളുടെ കഥ കേട്ടാൽ ആർട്ടിസ്റ്റിന് കമ്പിയാകണമെന്ന്. അതായത് ശരിക്കും നമ്മളൊരു കഥ പറഞ്ഞ ആർട്ടിസ്റ്റിന് അത് കിടിലാണ്, എനിക്കിത് വേണമെന്ന് തോന്നിയിട്ട് മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ആർട്ടിസ്റ്റ് നമുക്ക് ഡേറ്റ് തരണം. ഇതായിരിക്കണം ഒരു റൈറ്ററിൻ്റെ ലക്ഷ്യമെന്നാണ് പുള്ളി എന്നോട് വളരെ ഓപ്പണായിട്ട് പറഞ്ഞത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങളിനി എത്ര ലാർജ് സ്കെയിലുള്ള സിനിമ 500 കോടി 600 കോടി ചിലവാകുന്ന രീതിയിൽ സിനിമയുടെ തിരക്കഥ എഴുതിക്കും, പക്ഷേ അവിടെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കിട്ടേണ്ടത് അല്ലു അർജുൻ്റെയോ അല്ലെങ്കിൽ പ്രഭാസിൻ്റെയോ അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ഡേറ്റ് അങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പിൻ്റെ പുറത്താണ് നിങ്ങൾ ആ ഒരു തിരക്കഥ എഴുതുന്നതെങ്കിൽ അതൊരിക്കലും പ്ലാനിങ് സിനിമയല്ല, പ്രാക്ടിക്കൽ സിനിമ തന്നെ ആകുന്നതായിരിക്കും. അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടുക എന്നുള്ളതാണ് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ഇവിടെ എല്ലാ ആൾക്കാർക്കും കിട്ടാത്തതും അതാണ്. കാരണം നമ്മൾ എഴുതുന്ന തിരക്കഥ ഇനി എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടില്ല. ഇതാണ് സത്യാവസ്ഥ. ഇതിനുള്ള റീസൺ എന്താണെന്ന് വെക്കുകയാണെങ്കിൽ സിമ്പിളാണ്. അതായത് ഏതൊരു സാധാരണക്കാരനും, ഞാൻ സിനിമ തിരക്കഥ എഴുതുന്ന ആളിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ കുറിച്ചോ ആക്ടേഴ്സിനെ കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സാധാരണക്കാരൻ, ഒരു കൂലിപ്പണിക്ക് പോകുന്നൊരു മനുഷ്യൻ, അയാൾ പോലും അയാളുടെ കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും. സിനിമ നോളജ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിന്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുത്ത് കഥ ചോദിച്ചാൽ പോലും അയാളുടെ കയ്യിൽ കുറേയധികം കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ അയാൾ കഥ പറയുന്നത് എവിടെ നിന്നായിരിക്കും? അയാൾക്ക് വലിയ ടാലൻ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ അയാൾ കഥ പറയുന്നത് എവിടെ നിന്നായിരിക്കും? ഇന്ന് വരെ കണ്ട കുറേയധികം സിനിമകളുടെ കഥകളെല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും പുള്ളി ഒരു കഥ പറയുന്നത് അല്ലേ. ഞാനീ പറഞ്ഞത് സാധാരണക്കാരൻ്റെ കാര്യമാണ്. അപ്പോൾ ഒരു റൈറ്ററിൻ്റെ കേസിലേക്ക് വന്നേ, അതായത് റൈറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ടായിരിക്കും, അതിന് മുകളിലേക്ക് ചിന്തിച്ച് കഥ പറയുന്ന ആളായിരിക്കും റൈറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഇനിയിപ്പം കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള റൈറ്റർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള റൈറ്റർ ആണെങ്കിലോ അതിന് അപ്പുറത്തൊരു വഴിയും കൂടെ ചിന്തിച്ചിട്ടായിരിക്കും, ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും കഥകൾ പറയുന്നത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഡെയിലി കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലേ. ഇപ്പോൾ അവരോട് കഥ പറയുന്ന ആരാണ്? വളരെ ടോപ്പായിട്ടുള്ള പല റൈറ്റേഴ്സുമായിരിക്കും. അപ്പോൾ എന്നും പുതുമയുള്ള കഥകൾ കേട്ട് ഒരുപാട് സിനിമകൾ കണ്ട് അവരുടെ മനസ്സിൽ നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന കഥകളെല്ലാം തന്നെ ഒരു ആവറേജ് മീഡിയം കഥകളായിരിക്കും. അവർ ഓൾറെഡി അതെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പല വെർഷൻസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? അതായത് സംഗീതത്തിന് നമ്മൾ പറയാറുണ്ടല്ലേ 7 സ്വരങ്ങളേ ഉള്ളൂ. ഈ 7 സ്വരങ്ങൾ വെച്ചിട്ടാണ് പല മ്യൂസിക് ഡയറക്ടേഴ്സും ലക്ഷക്കണക്കിന് ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കഥയ്ക്ക് ലോകത്ത് 6 ടൈപ്പ് കഥകളേ ഉള്ളൂ. ഈ 6 ടൈപ്പ് കഥകളെ വെച്ചിട്ടാണ് പല റൈറ്റേഴ്സും ഗംഭീരമായിട്ടുള്ള പല ടൈപ്പ് കഥകളും തിരക്കഥകളും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. എന്തൊക്കെയാണ് 6 ടൈപ്പ് കഥകൾ, അതെങ്ങനെയാണ് മാറി മറിഞ്ഞ് വരുന്നതെന്നൊക്കെയുള്ള ഉറപ്പായിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഈ പറയുന്ന 6 കഥകളിൽ നിന്ന് വേണം നമ്മൾ ഈ കഥകളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ പറയുന്ന 6 ടൈപ്പ് കഥകളും അതിൻ്റെ മുകളിലെ പല ലേയേഴ്സും ഈ പറയുന്ന ആക്ടേഴ്സ് എല്ലാം ഓൾറെഡി കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കുന്ന കഥ അവർക്ക് ചിലപ്പോൾ ഒരു ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ അവരോട് ഓൾറെഡി ഒരു 10 പേര് പറഞ്ഞിട്ടുള്ള ടൈപ്പ് കഥകളായിരിക്കും. ഇത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഓക്കെ അവർ ഈ ടൈപ്പ് കഥ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു തോട്ട് പോലും അവർക്ക് വരാൻ പാടില്ല. അത്ര പുതുമയുള്ള രീതിയിൽ അത്രയ്ക്ക് ഗംഭീരമായിട്ടായിരിക്കണം നമ്മൾ കഥകൾ ബിൽഡ് ചെയ്ത് പിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്കത്ര ഒരു ഈസി ടാസ്ക് അല്ല. നമ്മൾ ഇന്ന് വരെ കാണാത്തൊരു സാധനം ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ഉള്ളൊരു പരിപാടിയല്ല. എൻ്റെ തന്നെ റിയൽ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. അതായത് ഞാൻ ഈ അടുത്താണ് ആക്ടർ സന്ദീപ് പ്രദീപിൻ്റെ അടുത്ത് ഒരു കഥ പിച്ച് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ സന്ദീപിന് ബെസ്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പുതുമയുള്ള, അതിലൊരു സസ്പെൻസും കാര്യങ്ങളുമൊക്കെയുള്ള നല്ല രീതിയിൽ തിയേറ്ററിക്കലി ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു ആക്ഷൻ ഫിലിമിൻ്റെ കഥയായിരുന്നു. അങ്ങനെ പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് സന്ദീപിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു റെസ്പോൺസ് വന്നത്. മെയിലായിട്ടാണ് വന്നത്. ഞാൻ ആ മെയിലിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞിരുന്നത് പുള്ളിക്കത് വർക്കായില്ല ഈ ഒരു കഥ. പക്ഷേ പുള്ളി ആ മെയിൽ അയച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആക്ടേഴ്സും നമ്മൾ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും പിന്നീട് വിളിക്കണം, അവരുടെ മാനേജേഴ്സിനും അല്ലെങ്കിൽ വിളിച്ചിട്ട് എന്തായി അപ്ഡേറ്റ് നമ്മൾ പുറകെ നടക്കേണ്ട ഒരു കേസുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. പുള്ളി കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് ഒരു റൈറ്റർ ആക്ടർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ആക്ടർ റിലേഷൻ്റെ പുറത്ത് മാത്രം പുള്ളി അത് പ്രോപ്പറായിട്ട് റെസ്പോണ്ട്
റെസ്പോണ്ട് ചെയ്തു. ഇപ്പോൾ ആ ഒരു രീതിയിൽ റിജക്ഷൻ ആണെങ്കിൽ പോലും എന്താ പറയുക, അത് പ്രൊഫഷണലായിട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഞാനതിന് ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ ആ ഒരു റിപ്ലൈയും കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു കഥ എന്തുകൊണ്ട് സന്ദീപിന് വർക്കായില്ല എന്ന് ഞാൻ സന്ദീപിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നെങ്കിൽ ആ ഒരു സാധനമേ വർക്കായില്ല എന്നുള്ള രീതിയിൽ, അത് നോർമലാണ്, കാരണം എല്ലാവർക്കും എല്ലാം വർക്കാകണമെന്നില്ല. പക്ഷേ ഇനി അതല്ല, അതിനപ്പുറത്തേക്ക് പുള്ളിയുടെ ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഞാൻ എത്തപ്പെട്ടില്ലേ എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായി. ഇല്ലേ, നമ്മളെല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ മേ ബി അങ്ങനെയും ആയിരിക്കാം. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത്രയും നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ സന്ദീപിനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലേക്ക് എനിക്ക് എത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ എൻ്റെ പോരായ്മയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെ കൂടുതൽ ബെറ്റർ ആക്കാം. അപ്പോൾ അത്രയും പുതുമയുള്ള കണ്ടൻറ്റുകൾ, അതായത് ഇത് പ്യുവർ ആക്ഷൻ ഡ്രാമാറ്റിക്കൽ സാധനമായിരുന്നു. പക്ഷേ അതല്ല, ഓക്കെ പുള്ളി അങ്ങനത്തെ ഒരു സാധനമായിരിക്കില്ല ഇപ്പോൾ നോക്കുന്നത്, മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനമായിരിക്കാം. അപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ ആ ആർട്ടിസ്റ്റ് എന്താണോ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായിരിക്കും പുള്ളിന് ചെയ്യാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് അവരുടെ സ്റ്റാർ വാല്യൂ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാൻ ആർട്ടിസ്റ്റിന് കമ്പി ആവാനുള്ള കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളൂ. നിങ്ങൾ ഇപ്പോൾ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്ലാനിങ് സിനിമയുടെ തിരക്കഥയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ഒന്നുകൂടെ പെട്ടെന്നൊന്ന് ഓടിച്ച് പറയാനാണെങ്കിൽ, നിങ്ങളുടെ ആ ഒരു തിരക്കഥ എന്ന് പറയുന്നത് അതൊരു എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്, പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതി പോകേണ്ടത്. അതിൻ്റെ ബഡ്ജറ്റ് വരുന്നതാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പറഞ്ഞ കണക്ക് അതിൻ്റെ ബഡ്ജറ്റും അതിൽ പ്രൊഡ്യൂസറിന് വരുന്ന റിസ്ക് എത്രയാണെന്നൊക്കെ ഉള്ളൊരു ഏകദേശം ധാരണ, അതെല്ലാം വരുന്നത് ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് കൊടുക്കുന്ന ഡേറ്റിനനുസരിച്ചാണ്. അപ്പോൾ ഏത് ആർട്ടിസ്റ്റിനെയാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാത്യുവിനെ പോലെ ഒരു ചെറിയ ആക്ടറിനെ വെച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് ചെറിയ ബഡ്ജറ്റിലുള്ള ഇതിൽ അതിനെ സ്ക്രീൻ പ്ലേ ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് അല്ലു അർജുൻ്റെയൊക്കെ ഡേറ്റ് കിട്ടും എന്ന് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വലിയ ലാർജ് സ്കെയിലിൽ ചെയ്യാം. അപ്പോൾ അവിടെയും ചോദ്യം വരുന്നത്, നിങ്ങൾ അത്രയും ലാർജ് സ്കെയിലൊക്കെ തിരക്കഥ എഴുതിയിട്ട് നിങ്ങൾക്ക് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി പിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നിങ്ങൾ അങ്ങനെ പോയി പിച്ച് ചെയ്താൽ അവരത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്ത് അവർക്കത് ഇഷ്ടപ്പെട്ട് അവർ ഡേറ്റ് തന്നാൽ മാത്രമേ ഈ പറയുന്ന വലിയ സാധനങ്ങളൊക്കെ പ്ലാനിങ് സിനിമയിൽ നിന്ന് പ്രാക്ടിക്കൽ സിനിമയിലേക്ക് മാറുകയുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ റിയാലിറ്റി. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു തിരക്കഥ എഴുതുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും